ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ളത്. ഓക്കെ, ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റാണ്. അപ്പം നിങ്ങളൊരു ബിഗിനറാണ്, അപ്പം നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് വളരെ കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, എന്ത് പ്രോഡക്റ്റ് വാങ്ങണമെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംശയത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബിഗിനേഴ്സ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വിത്ത് ഡെമോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കണം, എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കണം, എങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങിക്കണം, ഇതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ ബോക്സ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeover എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ അല്ലാത്ത വീഡിയോസ് പേഴ്സണലി എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ parvati_makeup എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇനി എന്ത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ചെയ്താലും സ്കിൻ പ്രെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ പ്രെപ്പ് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് തന്നെ കുളമായിട്ട് പോകും. സോ അതുകൊണ്ട് സ്കിൻ പ്രെപ്പ് എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രോപ്പർ ഒരു സ്റ്റെപ്പ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്ലെൻസറോ ഫേസ് വാഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടാവും. അതായത് മേക്കപ്പിന് മുന്നേ ചെയ്തിരിക്കേണ്ട സ്റ്റെപ്സ്. ഓക്കെ, കറക്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് ടോണേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടംമാതിരി ടോണേഴ്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ പലതും ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സാണ്. അത് വേണം എന്ന് നിർബന്ധമില്ല. ചിലത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോണേഴ്സ് അവൈലബിൾ ആണ്. സോ ബെറ്റർ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ തന്നെ ധാരാളമാണ്. പക്ഷേ ഈ ലോക്കൽ റോസ് വാട്ടേഴ്സ്, ഈ മണമൊക്കെ ഉള്ള റോസ് വാട്ടേഴ്സ് ഉണ്ട്, അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. നല്ല റോസ് വാട്ടേഴ്സ് നല്ല ബ്രാൻഡിൻ്റെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ജനറലി പറയുക, ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ 2 സജഷൻസ് തരാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പാക്കിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഭയങ്കര നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് 895 ആ ഒരു റേഞ്ച് വരും. പക്ഷേ ഇതിൻ്റെ മിനി പാക്ക് കിട്ടും. അതിൻ്റെ വില വന്നിട്ട് 200 and something ഉള്ളൂ. ഓക്കെ, കറക്റ്റ് വില ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് നമ്മൾ ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് മോയ്സ്ചറൈസർ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. ഭയങ്കര ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്, ഹെവി ആയിട്ട് തോന്നത്തേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓയിൽ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഒരു സാധനം വർക്ക് ആവും. നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചും കൂടെ ഹെവി മോയ്സ്ചറൈസറും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ മോയ്സ്ചറൈസർ എടുത്ത് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് യൂസ് ചെയ്യരുത്. ബിക്കോസ് കൈ ഓൾറെഡി ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പം മോയ്സ്ചറൈസർ എന്ത് പറ്റും, കയ്യിൽ അങ്ങ് അബ്സോർബ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണത്. അപ്പോൾ സ്കിന്നിലേക്ക് തന്നെ അത് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത്, അതായത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അവിടെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. കയ്യിലിങ്ങനെ ഇത് ചെയ്യാൻ പോകരുത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, അതിന് കയ്യിൽ ചെയ്ത് കാണിച്ചു തന്നെ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ഒരു 1 minute, ഒരു 60 seconds വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തത്. ഞാൻ ആ 2 സ്റ്റെപ്പും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലോ, ഓക്കെ നേരത്തെ 2 സ്റ്റെപ്പ് പറഞ്ഞല്ലോ, അതെന്താ ഇപ്പോൾ കാണിക്കാത്തത് എന്ന് വിചാരിക്കല്ലേ. നേരത്തെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ക്ലെൻസിങ് നന്നായിട്ട് തന്നെ ചെയ്യാം. ക്ലെൻസിങ് ചെയ്തതിന് ശേഷം വേണം ബാക്കി എല്ലാ സ്റ്റെപ്പും ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ സ്കിൻ കെയർ ചെയ്യാനാണെങ്കിലും മേക്കപ്പ് ചെയ്യാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ക്ലെൻസിങ് മസ്റ്റായിട്ട് ചെയ്യുക. ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. അതിന് ശേഷം മാത്രമാണ്
മസ്റ്റാണ് നമ്മൾ ഫേസ് ക്രീംസോ മേക്കപ്പോ സ്കിൻ കെയറോ എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തു, ബ്ലെൻഡ് ചെയ്തു. കണ്ടോ, ഭയങ്കര സ്റ്റിക്കിനെസ് ഒന്നും ഇല്ല. അത് അബ്സോർബ് ആയിപ്പോയി, കാരണം അത്രയും ദാഹിച്ചിരിക്കുകയായിരുന്നു, അതങ്ങ് അബ്സോർബ് ആയിപ്പോയി. ഇനി ഫേസിലൊന്നും തന്നെ ഇല്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറാണ് അല്ലേ. എല്ലാ മേക്കപ്പിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറാണ്. സ്കിൻ കെയർ കഴിഞ്ഞിട്ടുള്ള മേക്കപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പ്രൈമറിലാണ്. പക്ഷേ പ്രൈമർ ഞാനൊരു മസ്റ്റ് ആവെന്ന് പറയത്തില്ല. ബിക്കോസ് ഡെയിലി വെയർ മേക്കപ്പാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഡെയിലി ചെയ്യുന്നൊരു മേക്കപ്പാണ്, അപ്പം അത്ര ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൈമർ ഒരു മസ്റ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രൈമർ വേണം എന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ പല ടൈപ്പ് ഓഫ് പ്രൈമേഴ്സിൻ്റെ ഒരു വീഡിയോ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, പറഞ്ഞാൽ മതി. ഓക്കെ, പല ടൈപ്പ് പ്രൈമേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പോർ പ്രൈമറാണ്. അതായത് നിങ്ങൾക്ക് പോഴ്സും കാര്യങ്ങളും ഉണ്ട്, മുഖത്ത് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്യാനെങ്കിൽ അതൊന്ന് ബ്ലർ ചെയ്യാനുള്ള പ്രൈമറാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇനി അല്ല നിങ്ങൾക്കൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ വേണമെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നുണ്ട്, സജഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു പോർ മിനിമൈസിങ് പ്രൈമറാണ്. അത് വന്നിട്ട് പാക്കിൻ്റെ ഈ ഒരു പ്രൈമറാണ്. നല്ലൊരു പോർ മിനിമൈസിങ് പ്രൈമറാണ്. ഫ്ലോലെസ് പോർ പ്രൈമർ, ഫ്ലോലെസ് ഫിനിഷ് പ്രൈമർ പാക്കിൻ്റെത്. ഇതൊരു പ്രൊഫഷണൽ റേഞ്ചാണ് പാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഫഷണൽ റേഞ്ച് മേക്കപ്പ് പ്രോഡക്റ്റാണ് പാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇതും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മുഖത്ത് ഇനിയിപ്പം നല്ല രീതിയിൽ പോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ബേസ് വേണം, അല്ലെങ്കിൽ മേക്കപ്പിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്? മേക്കപ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കെമിക്കൽസ് ആണല്ലോ ഇത്. അതിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓരോ പേർപ്പസിന് വേണ്ടിയിട്ടും പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ ചെറിയ രീതിയിൽ കുഴികളുണ്ട്, അതൊന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, തിളക്കം, മുഖത്തൊരു ഡൂയി ഫിനിഷ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രൈമർ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇലൂമിനേറ്റിംഗ് പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. സിലിക്കോൺ ബേസ്ഡ് പ്രൈമേഴ്സ് നമ്മൾ ഓയിലി സ്കിന്നുകാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇനിയും ഒത്തിരി ടൈപ്പ് ഓഫ് പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ഏരിയാസിൽ മാത്രം, ഇപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം ഈ ഒരു ഏരിയയിൽ, കാരണം ഇവിടെയാണല്ലോ കൂടുതൽ കുഴികളുള്ളത്. അപ്പോൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാലും മതി. ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് parvati_makeup. അവിടെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വർക്ക്സ്, അല്ലാതെ ഞാൻ പുറത്ത് വർക്ക്സ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണലായിട്ട്. ആ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeover എന്ന് പറഞ്ഞ പേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പോർ മിനിമൈസിങ് പ്രൈമേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. അത് നല്ലൊരു പ്രൈമറാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ജെൽ ടൈപ്പ് പ്രൈമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നൈക്കയുടെ ഈ ഒരു പ്രൈമർ നല്ലൊരു പ്രൈമറാണ്. അതുപോലെ തന്നെ ഇൻസൈറ്റിൻ്റെ 3-in-1 പ്രൈമർ, കളർ ബാറിൻ്റെ പ്രൈമർ, ഇതെല്ലാം നല്ല ഒരു ജെൽ ടൈപ്പ് പ്രൈമറാണ്. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇത്രയും സജഷൻസ് പറയുമ്പോഴത്തേക്കും കുറച്ച് ലെങ്തി ആവും വീഡിയോ. പക്ഷേ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് മേക്കപ്പിലോട്ട് കടക്കുകയാണ്. ഓക്കെ, പ്രൈമർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ നമ്മുടെ കൺസേൺസ് നോക്കുകയാണ്. അപ്പോൾ ഈ മുഖത്ത് കുറച്ചധികം കൺസേൺ കാര്യങ്ങളും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എൻ്റെ മുഖത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഖത്ത് ചെറിയ രീതിയിൽ പാടുകളുണ്ട്. കണ്ണിൻ്റെ അടിയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ, എല്ലാം ചെറിയ രീതിയിലെന്നേ ഞാൻ പറയുള്ളൂ, വലിയ രീതിയിൽ കൺസേൺ ഉണ്ടെന്നല്ല, ചെറിയ രീതിയിൽ കൺസേൺസ് ഉണ്ട്. അപ്പം ഇതൊന്നും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പോകുന്നില്ല. കാര്യം കളർ കറക്ഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ചധികം നീണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊന്ന് ഇരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പം ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ബേസിക് ആയിട്ട് നിങ്ങൾക്കൊന്ന് ഗ്രൂംഡ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്ന് മാത്രം ഈ വീഡിയോയിൽ പറയണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ BB ക്രീം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ബേസ് ചെയ്യാവുന്നേ ഉള്ളൂ. BB ക്രീംസ് ഇപ്പം ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ സജഷൻസ് പറയുന്നത് ഇവിടെ പ്രോഡക്റ്റ് എടുത്തിട്ടിട്ടുണ്ട്, അതാണ് ഞാൻ ഇതിൽ നോക്കി പറയുന്നത്. BB ക്രീം ഞാൻ എടുത്തിട്ടിരിക്കുന്ന സജഷൻസ് സ്വിസ് ബ്യൂട്ടിയുടെ BB ക്രീം. ഈ പ്രോഡക്റ്റ് പറയാനുള്ള കാര്യം, ഇതിൽ ഒരു 6 റേഞ്ചോളം ഷെയ്ഡ്സ് 6 ഷെയ്ഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് BB ക്രീംസിന് സാധാരണ ഷെയ്ഡ് റേഞ്ച് കിട്ടൽ ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ മാൾസും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. അഫോർഡബിൾ, ഞാൻ ഇതിൽ പറയുന്ന പ്രോഡക്റ്റ് എല്ലാം അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. ഞാൻ കൂടിയ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. നിങ്ങൾക്ക് ഹൈ എൻഡ് ബ്രാൻഡ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഫുൾ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ള പ്രോഡക്റ്റാണ് പറയുന്നത്. പോൺസിൻ്റെ BB ക്രീം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അത് അത്യാവശ്യം നല്ലതാണ്. ചെറിയ രീതിയിൽ ഫ്രേഗ്രൻസ് ഉണ്ട്, ആ ഒരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ് പോൺസ്. കാര്യം ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പോൺസിൻ്റെ BB ക്രീമാണ്. പക്ഷേ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് വന്നിട്ട് മേബിലിൻ്റെ ഈ ഒരു സാധനം. ഇത് വന്നിട്ട് ടിൻറ്റാണ്. നിങ്ങൾക്ക് ടിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BB ക്രീംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് രണ്ടും നിങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു ബ്രൈറ്റ്നസ് തരും, ചെറിയ രീതിയിലൊരു ഗ്ലോ തരും. ഓക്കെ, അതാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു ഫ്രഷ് ഗ്ലോ, ഫ്രഷ് ലുക്ക് ആണല്ലോ വേണ്ടത്, സ്കിൻ ലൈക്ക് ലുക്ക്. അപ്പോൾ അത് ഈ 2 പ്രോഡക്റ്റിൽ BB ക്രീമിലും ടിൻറ്റിലും ഒക്കെ നമുക്ക് ഈ 2 പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം ആദ്യം ഇത് നന്നായിട്ട് ഞാൻ ഷേക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചധികം കാലമായി. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്യുക. BB ക്രീംസ് ഒന്നും നമുക്ക് അങ്ങനെ ഷേക്ക് ചെയ്യാൻ പറ്റില്ല, കാര്യം അത് ക്രീം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ടിൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ടാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഷേക്ക് ചെയ്ത് മേബ്ലിൻ്റെ സാധനമാണ്, മേബ്ലി ഫിറ്റ്മീൻ്റെ ടിൻറ്റ്. ഈ ഷെയ്ഡ് വന്നിട്ട് 05 ആണ്. ഇപ്പോൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ഡെയിലി വെയർ അല്ലെങ്കിൽ എന്ത് ഫങ്ഷന് പോവുകയാണെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ആണല്ലോ നോക്കുന്നത്. ഓക്കെ, കഴുത്തിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കരമായ സ്കിൻ കൺസേൺ ഉള്ളവർക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാര്യം നമുക്ക് അങ്ങനെ പിഗ്മെൻറ്റേഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ അതൊന്നും ഹൈഡ് ആവില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മൾ യൂസ് ചെയ്യുന്നത് അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, അത്രയും സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് പ്രൊസീജിയർ റുട്ടീനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മുഖത്തെ പാടുകൾ കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിൽ പറ്റില്ല. വേറൊരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. കൺസീലേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെ മുഖത്തെ പാട് കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ട് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്, ഒരു സ്കിൻ ലൈക്ക് ബേസ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖത്തുനിന്ന് ഒരു ബ്രൈറ്റ്നസ് വന്നത് കണ്ടു, വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. കാര്യം നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കില്ലല്ലോ, സെബം പ്രൊഡക്ഷൻ, ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്ന് ടോൺ ഡൗൺ ആവും, കുറച്ചൊന്ന് ടോൺ ഡൗൺ ആവും കുറച്ച് കഴിയുമ്പോൾ. സോ അത് മൈൻഡ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിട്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ബ്രൈറ്റ്നസ് കിട്ടി. അതേസമയം ഇതൊന്ന് ബ്ലർ ആയത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ പാടുകളും കാര്യങ്ങളും ബ്ലർ ആയിട്ടേ ഉള്ളൂ. കണ്ണിൻ്റെ അടിയിലാണെങ്കിലും ചെറിയ രീതിയിൽ ബ്ലർഡ് ആയിട്ടേ ഉള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആയിട്ടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് സ്കിൻ ലൈക്ക് ലുക്ക് വേണം. ഇത് അധികം കാണാനും പാടില്ല, എന്നാൽ ഹൈഡ് ചെയ്യാനും വേണ്ട, അങ്ങനെ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കൺസീലേഴ്സാണ്. കൺസീലേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലുള്ള പ്രശ്നങ്ങൾ, മുഖത്തുള്ള പാടുകൾ, കുരു വന്നിട്ട് പോയതിൻ്റെ പാടുകൾ, ഇതിനെയൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ യൂസ് ചെയ്യും. കൺസീലർ, ആ വേർഡിൽ തന്നെ കൺസീൽ ചെയ്യുക, കവർ ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കവർ ചെയ്യുക. അതാണ് കൺസീലേഴ്സ് നോർമലി ചെയ്യണത്. കൺസീലേഴ്സ് അത് മാത്രമല്ല ചെയ്യണത്, നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൺസീലർ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ കൺസീലർ യൂസ് ചെയ്യും. ഇത് കൺസീലറിനെ കുറിച്ച് പറയാൻ തന്നെ ഒത്തിരി ഉണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കൺസീലർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്കിൻ ഫേസിൻ്റെ ഷെയ്ഡിനെ കാട്ടിയും 2 ഷെയ്ഡ് ലൈറ്റർ അല്ലെങ്കിൽ 1 ഷെയ്ഡ് ലൈറ്റർ കൺസീലർ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ സെയിം ഷെയ്ഡ് കൺസീലർ വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും.
അതാണ് എൻ്റെ കഴിവ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് LA Girlന്റെ ഈ ഒരു കൺസീലറാണ്. ഇത് 500 റേഞ്ചിൽ വരുന്ന കൺസീലർ അല്ല, ഇത് പ്രൊഫഷണൽ റേഞ്ചിൽ വരുന്ന കൺസീലർ ആയതുകൊണ്ട് തന്നെ ഇതൊരു 600-700 റേഞ്ചിൽ വരുന്നൊരു കൺസീലറാണ്. പക്ഷേ അടിപൊളി കൺസീലറാണ്. ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വേറൊരു പ്രോഡക്റ്റാണ് പാക്കിൻ്റെ ടേക്ക് കവർ കൺസീലർ. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അതിലും അത്യാവശ്യം ഒത്തിരി ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ കളർ കറക്റ്റേഴ്സും അവൈലബിൾ ആണ്. ഇല്ല, അതിലും കുറച്ചുകൂടി അഫോർഡബിൾ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലേഴ്സ് യൂസ് ചെയ്യാം. അത് അത്യാവശ്യം നല്ല കൺസീലർ. അതുപോലെ തന്നെ ഒത്തിരി കൺസീലേഴ്സ് ഉണ്ട്, ഞാൻ താഴെ സജഷൻ കൊടുത്തേക്കാം. ഇപ്പം ഈ ഒരു 3 കൺസീലറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാത്തത്, ഇത് ഞാൻ പ്രൊഫഷണൽ റേഞ്ചിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ വർക്കിനും കൂടെ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസീലർ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാത്തത്. അത് എടുത്തിട്ട് ഫിംഗേഴ്സിലാണ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ബിഗിനറായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ബ്രഷിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കൺസീലർ അപ്ലൈ ചെയ്യാൻ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെയും കണ്ടോ, ഇവിടെയും കണ്ടോ ഞാൻ അപ്ലൈ ചെയ്ത സ്ഥലം, ഈ 2 കോർണേഴ്സിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി ബാക്കി വരുന്നത് മൂക്കിൻ്റെ ഇവിടെ, ഇവിടെ, ഇവിടെ. ഓക്കെ, ലീവ് ദാറ്റ് ഡെയർ, അതവിടെ ഇട്ടേക്കാം. അങ്ങനെ ഇട്ടിട്ട് പോകാനല്ല, കുറച്ച് നേരം ഒന്ന് വെക്കാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്യാൻ ബ്രഷ് എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാം അല്ലേ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. താഴെ ഒരു ലൈക്ക് കൊടുത്തേ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരുന്നില്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റിൽ പോയിട്ട് ഒരു 2 തംസപ്പ് തരിക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെയിം ഈ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കാര്യം ഈ ഒരു ഫിംഗേഴ്സിൽ പ്രഷർ കുറവായിരിക്കും. നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. ബാക്കി ഫിംഗേഴ്സിലൊക്കെ വെച്ച് നോക്കി ഭയങ്കര പ്രഷറായി. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫിംഗർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ബ്ലഷാണ്. ബ്ലഷ് ഞാൻ എപ്പോഴും ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ബ്ലഷാണ് എനിക്ക് ഇടാൻ ഇഷ്ടം. അപ്പം കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ബ്ലഷ്, ക്രീം ബ്ലഷസ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ പ്രോഡക്റ്റാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ക്രീം ആൻഡ് ടിൻറ്റ്, നിങ്ങൾ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടാവും. ഇത് ഷെയ്ഡ് വന്നിട്ട് ഫ്രൂട്ടി ഫിഗ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. അഫോർഡബിൾ റേഞ്ചിൽ ഒത്തിരി ബ്ലഷസ് അവൈലബിളാണ്. കുറച്ച് ബ്ലഷസിൻ്റെ സജഷൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിസ് ബ്യൂട്ടി ക്രീമി ടപ്പ് ബ്ലഷർ വിത്ത് ഷേ ബട്ടർ, ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം കാണിക്കുന്നുണ്ടാവും. ബാക്കി ബ്ലഷ് സജഷൻസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു തന്നതേ ഉള്ളൂ, 2 സജഷൻസ്. അതിലൊന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ബ്ലഷാണ്. ഷെയ്ഡ് ഫ്രൂട്ടി ഫിഗ് എന്നാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്രഷ് കിറ്റ് ഏതാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതും അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബ്രഷ് കിറ്റാണ്. അതായത് ബിഗിനേഴ്സിന് വാങ്ങിക്കാൻ പറ്റിയ ഒരു ബ്രഷ് കിറ്റാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. ഞാൻ അത്യാവശ്യം പ്രോഡക്റ്റ് എടുത്തു. എക്സ്ട്രാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം കണ്ടോ, ഇതിങ്ങനെ കയ്യിൽ ആവും. ഒത്തിരി ഫേസിൽ ബിഗിനേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒത്തിരി പ്രോഡക്റ്റ് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊളാക്കലാണ് പ്രശ്നം. അത് ഇങ്ങനെ ചെയ്താൽ വരത്തില്ല. പ്രോഡക്റ്റ് എടുത്തിട്ട് കയ്യിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന പ്രോഡക്റ്റ്സിന് എന്ത് ചെയ്യുക, ഇങ്ങനെ സീ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് മേലോട്ട്. ഓക്കെ, ഇപ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതൊന്ന് ടോൺ ഡൗൺ ആവും. ഓക്കെ, കാര്യം നമ്മൾ സ്വെറ്റ് ചെയ്യുമല്ലോ. എത്ര സ്വെറ്റ് പ്രൂഫ് മേക്കപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ സ്വെറ്റ് ചെയ്യും. കാര്യം എന്താ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ സ്വെറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന സ്വെറ്റ് പ്രൂഫ് മേക്കപ്പ്, വാട്ടർ പ്രൂഫ് മേക്കപ്പ് എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ.
അതൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേഫ് ആക്കി വെക്കാൻ പറ്റും. വാട്ടർ പ്രൂഫ് എന്നേ ഞാൻ പറഞ്ഞു. സ്വെറ്റ് പ്രൂഫ് എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. കാര്യം സ്വെറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫേസിൽ നിന്ന് വരുന്ന ഒരു സാധനമല്ലേ സ്വെറ്റ്. ഹ്യൂമൻ ബീങ്സ് ആകുമ്പോഴത്തേക്കും സ്വെറ്റ് ചെയ്യും. നിങ്ങൾ സ്വെറ്റ് ചെയ്തില്ലെങ്കിൽ യു ആർ വെരി ലക്കി പീപ്പിൾ സ്വെറ്റ് ചെയ്യില്ല. ഫേസ് സ്വെറ്റ് ചെയ്യില്ല. ചിലർ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും ഫേസ്. അവർക്ക് മേക്കപ്പ് ചെയ്യൽ ഭയങ്കര പാടാ. സി, അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് പൗഡറാണ്. ഓക്കെ, പൗഡറിന് വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്ട് പൗഡേഴ്സ് സജഷൻ പറയുന്നില്ല. കളേർഡ് ആയിട്ടുള്ള പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇതൊരു ലൂസ് പൗഡറാണ്, വെറും ട്രാൻസ്ലൂസൻ പൗഡർ. നമ്മൾ സാധാരണ ബേബി പൗഡേഴ്സ് ഇല്ലേ, അതുപോലത്തേക്കുള്ള വെള്ള കളറിലുള്ള പൊടി. ലൂസ് പൗഡറാണ്, ലൂസായിട്ടിരിക്കുന്ന പൊടി. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ലൂസ് പൗഡർ വന്നിട്ട് പാക്കിൻ്റെ ഈ ഒരു പൗഡറാണ്. ഇത് പാക്കിൻ്റെ ഹൈ ഡെഫിനിഷൻ പൗഡറാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താ, പൊടി പോലെയാണ് ഇരിക്കണം. കണ്ട, പൊടി ട്രാൻസ്ലൂസൻ്റാണ്. പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോവും. നമ്മൾ എന്തിനാണ് ട്രാൻസ്ലൂസൻ പൗഡർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ബേക്ക് ചെയ്യാൻ, സെറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. നിങ്ങൾ കളേർഡ് ആയിട്ടുള്ള ബനാന പൗഡേഴ്സ്, യെല്ലോ പൗഡേഴ്സ്, പിങ്ക് പൗഡർ, റോസ് പൗഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതെല്ലാം ഇത് തന്നെയാണ് പേർപ്പസ്. പക്ഷേ കളർ പൗഡർ യൂസ് ചെയ്തിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ബെറ്റർ ഇങ്ങനത്തെ പൗഡേഴ്സ് യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല സ്വെറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൂസ് പൗഡർ വാങ്ങിച്ച് വെച്ചാൽ മതി. കോമ്പാക്ട് പൗഡർ വേണമെന്നില്ല. ഇനി പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ ട്രൈ ചെയ്യാം. കോമ്പാക്ട് പൗഡർ ഏത് വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ സജഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പേടിക്കേണ്ട, എല്ലാ സജഷനും താഴെ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാക്ട് പൗഡർ ജസ്റ്റ് നേരത്തെ എടുത്ത ബ്ലഷ് ഇല്ലേ അതിലെടുത്തിട്ട് എവിടേക്കാണോ സ്വെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ ക്രീസിങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രഷസ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പൗഡർ പഫ് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ പൗഡർ പഫ്. കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഐബ്രോസ് ആണ്. ഐബ്രോസ് മസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാം. ലാക്മേയിൽ നല്ല ഐബ്രോസ് ഉണ്ട്, മേബ്ലിനിലുണ്ട്. ഇതിപ്പോൾ മിസ് ക്ലെയറിൻ്റെ സിമ്പിൾ ഒരു ഐബ്രോ പെൻസിലാണ്. അതിൻ്റെ ബാക്കിൽ എന്തുണ്ടെന്നറിയോ, സ്പൂലി ഉണ്ട്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഒരു ഐബ്രോ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പാക്കിൻ്റെ ഈ കിറ്റ് നല്ലൊരു ഐബ്രോ കിറ്റാണ്. കാര്യം ഇതിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ലൈറ്റ് ബ്രൗൺ, അതിൻ്റെ കൊട്ടി ഡാർക്ക് ബ്രൗൺ, കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ, പിന്നെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ. പക്ഷേ ഇതിൽ നമുക്ക് മെയിനായിട്ട് യൂസ് വരുന്ന ഈ ഒരു തേർഡ് കളറാണ്. അതാണ് ഡാർക്കസ്റ്റ് ബ്രൗൺ വരുന്നത്. ഡയറക്റ്റായിട്ട് നമ്മൾ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ്സ് ഒന്നും എടുത്ത് ഐബ്രോസിൽ അപ്ലൈ ചെയ്യില്ല, എങ്കിൽ നമ്മൾ ഭൂതത്താന്മാരെ പോലെ ഇരിക്കും. സോ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എപ്പോൾ നമ്മൾ ഐബ്രോ പെൻസിൽ, ഐബ്രോ റിലേറ്റഡ് ആയിട്ട് എന്തെടുക്കുകയാണെങ്കിലും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്സ് എടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പം മിസ് ക്ലെയറിൻ്റെ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, നന്നായിട്ട് ഞാൻ ആദ്യം കോംപ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ജെൻറ്റിൽ സ്ട്രോക്സ് ആണ്. എന്നിട്ട് കോംപ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടോ, ഇത് കുറച്ചും കൂടെ ഫില്ലായിട്ടുണ്ട്, ഇത് കുറച്ചുകൂടെ ഫില്ലാവാനുണ്ട്. അപ്പം അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഐബ്രോസിൻ്റെ സജഷൻസ് ഞാൻ പറഞ്ഞു. പാക്കിൻ്റെ ഐബ്രോ കിറ്റ് അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുറച്ച് നല്ല ഐബ്രോ പെൻസിൽസിൻ്റെ സജഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇനി അടുത്ത് വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കാജൽസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ന്യൂട്രൽ ഷെയ്ഡ്സിലുള്ള ഐ ഷാഡോ പാലറ്റ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ന്യൂട്രൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ബ്രൗൺസ്, ബേജ്, ബ്ലാക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ലൈറ്റ് ക്രീം കളേഴ്സ്, ഇതൊക്കെ ചേർന്ന പാലറ്റിനാണ് ന്യൂട്രൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഏത് ലുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതൊന്നും പറ്റില്ല, പക്ഷേ ക്ലാസി ആയിട്ടുള്ള നല്ല ബേസിക് ആയിട്ട് ഉള്ള നാച്ചുറൽ ലുക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ ചില ഷിമ്മ ഷെയ്ഡ്സ്, ഗോൾഡ്, ബ്രൗൺസ് ഒക്കെ
കാണും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സജഷനും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ ഐ ഷാഡോ പാലറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്ത് അല്ല ചെയ്യുന്നത്. ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാജൽ, കോൾ, ഐലൈനർ ലുക്കാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? കാജൽസ് ആണ്. അപ്പോൾ കാജൽസ് തന്നെ 2 ഷെയ്ഡ്സ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചു വയ്ക്കാൻ പറയും. ഒന്ന് ബ്രൗൺ ഷെയ്ഡും രണ്ടാമത്തത് ബ്ലാക്ക് ഷെയ്ഡും. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിൽ റീകോഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കാജലാണ്. നിങ്ങൾക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, സ്മഡ്ജഡ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, റീകോഡ് ബ്രാൻഡ്. ഇതിന് താഴെ തന്നെ ബാക്കിൽ സ്മഡ്ജർ ഉണ്ട്, പക്ഷേ അത് ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ കൈവച്ച് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ഷാഡോ, നിങ്ങൾ ഐ ഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഐബ്രോ പാലറ്റ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്മഡ്ജർ ബ്രഷ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു സ്മഡ്ജർ ബ്രഷ് എടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഈ ഒരു ഡാർക്ക് കളർ ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് എടുക്കാം. 2 in 1 യൂസ് ആണ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റിൻ്റെ ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തില്ലേ കാജൽ, അതിൻ്റെ മേലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്മഡ്ജർ ലുക്ക് ഞാൻ ഒരുപാട് നിങ്ങളെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു ലുക്ക് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഷിമ്മേഴ്സ് അല്ലെങ്കിൽ മറ്റേ ഗ്ലിറ്റർ പോലത്തെ സാധനമല്ലേ ഷിമ്മർ, അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ റെഡിയായി. ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യണത്? ബ്ലാക്ക് കാജലാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബ്രൗൺ കാജൽസ് വന്ന് ടൈറ്റ് ലൈൻ കാജൽ വെച്ച് തന്നെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് ഇനി നിങ്ങൾക്കൊരു ബ്ലാക്ക് കാജലാണ് വാങ്ങിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാജൽസ് ട്രൈ ചെയ്ത് നോക്കാം. ബ്രൗൺ കാജൽസിൽ നിങ്ങൾക്ക് റീകോഡേഴ്സ് നല്ല ബ്രാൻഡാണ്. ബ്ലാക്ക് കാജൽ വരുമ്പോഴത്തേക്കും നല്ല ബ്രാൻഡ്സ് പ്ലം ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കും, സ്മഡ്ജ് ആവേ ഇല്ല. പ്ലമ്മിൻ്റെ നല്ലതാണ്. അതുപോലെ തന്നെ റെനെ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ കാജൽസും അടിപൊളിയാണ്, സ്മഡ്ജ് പ്രൂഫാണ്. അതുപോലെ തന്നെ റീകോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാജലും നല്ല കാജലാണ്, സ്മഡ്ജ് പ്രൂഫാണ്. ഇനിയും ഉണ്ട് കേട്ടോ, ഷുഗർ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 3 ബ്രാൻഡ്സും അഫോർഡബിൾ ആണ്, എന്നാൽ നല്ലതുമാണ്. 600 റേഞ്ചിലൊക്കെ നമുക്ക് അടിപൊളി നല്ല 600 ഭയങ്കര കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ റീകോഡ് കുറച്ചുകൂടെ കുറവാണ്, 400 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ നല്ല കാജലാണ്, സ്മഡ്ജ് പ്രൂഫാണ്, നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങിക്കാം, അങ്ങനത്തെ നല്ല പ്രോഡക്റ്റാണ്. ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണേ. ഇതിപ്പോൾ ഫേസസ് ക്യാനയുടെ കാജലാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ ഇത് വാങ്ങിക്കരുത്, ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല, പെട്ടെന്ന് സ്മഡ്ജ് ആവും. ഇതിപ്പോൾ എൻ്റെ കൈ കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മേബ്ലിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഭയങ്കര നല്ല ബ്രാൻഡ്, അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു ബ്രാൻഡാണ്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന കൊളോസൽ മസ്കാര എന്ന ധാരാളമാണ്. നിങ്ങൾക്ക് മസ്കാര എന്ന് പറഞ്ഞ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാമാണ്, അഫോർഡബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മഞ്ഞ കളറിലുള്ള ഈ ഒരു മസ്കാര, ഭയങ്കര നല്ല മസ്കാരയാണ്. മസ്കാരാസിലൊന്നും ഹൈ എൻഡ് ബ്രാൻഡ് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് വർക്ക്സ് ദ സെയിം, എല്ലാം സെയിം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബ്രാൻഡ് വാല്യൂ ഉണ്ട്, നോ. മോസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സും ഉണ്ടാക്കുന്നത് ഏകദേശം സെയിം കമ്പനീസിലൊക്കെയാണ്. പിന്നെ അത് പുറത്തോട്ട് വരുന്നതാണ്, ബ്രാൻഡിങ് ആയിട്ട് അതിൻ്റെ പാക്കേജിങ് മാറിയിട്ടൊക്കെ പുറത്തോട്ട് വരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മെയ്ഡ് ഇൻ ജർമ്മനി, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ കൊറിയ, മെയ്ഡ് ഇൻ ഇതൊക്കെ സെയിം കമ്പനീസാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സോ ഹൈ എൻഡ് ബ്രാൻഡ്സ് വാങ്ങിച്ച് പൈസ കളയരുത്. കാര്യം ഡ്രഗ് സ്റ്റോറിൽ നമുക്ക് നല്ല നല്ല മസ്കാരാസ് അവൈലബിൾ ആയി. ലോറയലിൻ്റെ മസ്കാരയൊക്കെ ഭയങ്കര നല്ല മസ്കാര, ലോങ് ലാസ്റ്റിംഗ് ആണ്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും. മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഏകദേശം സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിന് ഞാൻ കൂടുതൽ സജഷൻസ് പറയുന്നില്ല, ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ലിപ്സ്റ്റിക്ക് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ വാങ്ങിക്കാമല്ലോ.
ന്യൂഡ് ഷെയ്ഡ്സ് ഞാൻ ഒരുപാട് സജഷൻസ് എൻ്റെ ഷോർട്ട് വീഡിയോസിലും ലോങ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടമാതിരി സെർച്ച് ചെയ്താൽ കിട്ടും. കാര്യം അതൊരു വലിയൊരു സഹകരമാണല്ലോ ഈ ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കുറച്ചൊരു ഓറഞ്ചിഷ് ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തത്. ബിക്കോസ് എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഷെയ്ഡാണ് ഇത്. വേറെ ഒന്നുമല്ല, മാക്കിൻ്റെ ലോക്ക്ഡ് കിസ്സിങ് എന്ന് പറയുന്ന റേഞ്ചിലെ സോഫിസ്ട്രി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം അതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിൽ ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സെറ്റിംഗ് സ്പ്രേ വന്നിട്ട് നിക്സിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ റേഞ്ച് പോവുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ അതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തത്. 800 സംതിങ് ആണ്. പക്ഷേ ഓഫേഴ്സ് വരുമ്പോൾ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഡ്യൂയി ഫിനിഷ് തരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഓക്കെ ഒന്ന് സെറ്റിലാവട്ടെ. ഇനി ബ്രഷ് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ ഞാൻ 2 സജഷൻസ് ആണ് തരുന്നത്. ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബ്രഷ് കിറ്റ്. അയ്യോ പോണല്ലോ. ഓക്കെ ഇതിൽ അത്യാവശ്യം എല്ലാ ബ്രഷസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സ്വിസ് ബ്യൂട്ടിയാണ്, പക്ഷേ ഇതിലുള്ളതല്ല. ഇതിൽ 12 പീസ് ഓഫ് ബ്രഷസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ബ്രഷ് കിറ്റ് തന്നെ ധാരാളമാണ്. പാക്കിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്പാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് കിറ്റ്. പാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡില്ലേ, അതിൻ്റെ പക്ക ഡ്യൂപ്പാണ് ഈ ഒരു ബ്രഷ് കിറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാഴ്സിൻ്റെ ബ്രഷ് കിറ്റ്, അതിപ്പം കുറച്ച് മുന്നേ റിലീസ് ആയതേ ഉള്ളൂ, ലോഞ്ച് ആയതേ ഉള്ളൂ. നല്ല ബ്രഷ് കിറ്റാണ്, അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പാലറ്റോട് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, അതായത് ബ്ലഷ്, ഹൈലൈറ്റർ, കോണ്ടോർ ഇതെല്ലാം കൂടെ ചേർന്നൊരു പാലറ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റ് നല്ല പാലറ്റാണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ബ്ലഷും ഹൈലൈറ്ററും അതുപോലെ തന്നെ കോണ്ടോറും എല്ലാം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പാലറ്റ് തന്നെ ധാരാളമാണ്. ഇതൊരു പ്രൈസ് റേഞ്ച് വന്നിട്ട് 599 വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ പേജസിലൊക്കെ കയറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ബ്ലഷ് പാലറ്റാണ്. ഓക്കെ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുള്ളായി, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടി, ഓക്കെ നല്ലൊരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിലും താഴെ കോമൻറ്റ് ചെയ്യുക. കാര്യം നിങ്ങൾ കോമൻറ്റ് കാണുമ്പോഴല്ലേ ഓക്കെ ഞാൻ ചെയ്ത വീഡിയോ കുറച്ച് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് എനിക്ക് മനസ്സിലാവണേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കോമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വേറൊരു അടിപൊളി ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.